അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 സ്ട്രോബെറി എടുക്കുക, നല്ലപോലെ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമാണ്. പഴം ചെറിയ പഴമോ റോബസ്റ്റ പഴമോ ഏത് പഴമോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ ഒരു മുട്ട. നമ്മൾ ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഓട്സ് ആഡ് ചെയ്യാം. ഓട്സ് തന്നെ 2 ടേബിൾ സ്പൂണോ 2.5 നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ അടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ്. പാല് 1 ടീസ്പൂണ് 1-1.5 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശകലം പനം കൽക്കണ്ട ഉരുക്കിയത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ പഴത്തിനകത്ത് മധുരമൊക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് മതിയിൽ അതായാലും മതി. പിന്നെ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ചെറിയ തീയിൽ പാൻ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലോ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇവിടെ എല്ലാ പാൻ കേക്കും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത് നമ്മുടെ ബേബിയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും.